Good afternoon. കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയോ? ഇവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അച്ചീവ്മെന്റ്സ് ടെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്? ഫസ്റ്റത്തെ 3 പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തല്ലേ? 3 പോയിന്റ്സ് അല്ലേ നമ്മൾ എടുത്തത്? ഓക്കെ, ഇതാണ് ആരും റിപ്ലൈ ഇടാത്തത്, ഞാനൊന്ന് ഷെയർ ചെയ്യും കേട്ടോ. മൂന്ന് പോയിന്റ്സ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? അക്ഷര, നിഷ, സൂര്യ. ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. യെസ്, ഓക്കെ, അതാണ് ക്രിസ്ത്യാനോ എടുത്തത്. ഓക്കെ ഓക്കെ. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്? എന്താണ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അച്ചീവ്മെന്റ് ടെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എന്താണ്? ഒന്നാമത്തെ പോയിന്റിൽ എന്താ നമ്മൾ പറഞ്ഞത്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ട്രഡീഷണലി റെഫേർഡ് ടു എ പേഴ്സൺസ് കേപ്പബിലിറ്റി ടു പ്രോഫിറ്റ് ഫ്രം ഫർദർ ട്രെയിനിങ്. കൂടുതൽ ട്രെയിനിങ്ങിലൂടെ ഒരു ലാഭം നേടാനുള്ള ഒരു കഴിവിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു മാത്സില് അതിനോടൊരു ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചിയുള്ള ഒരാൾക്ക് എന്താ പറയാ, ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ മാത്സിൽ അവന്റെ എബിലിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്സ് പരമായിട്ടുള്ള ജോലിക്ക് അവന് ആപ്റ്റായിരിക്കും അല്ലെ? കൂടുതൽ പ്രോഫിറ്റ് നേടാൻ പറ്റും ആ ഒരു ഇതിലേക്ക് ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, അത് റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ. Then, achievement test has referred to the degree of ability already attained. എന്താണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താ പറയുന്നേ? ഇതിനൊക്കെ നേടിയെടുത്ത കഴിവുകളാണ്, നമുക്ക് അച്ചീവ് ചെയ്ത നേടിയെടുത്ത കഴിവുകളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ എന്താ? നമ്മള് ഒരു ഇൻഫോർമൽ ആയിട്ട് നമുക്ക് നേടിയെടുത്ത കഴിവുകളാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്താ? കോമ്പിറ്റൻസീസ് അക്വേർഡ് ഫ്രം ജനറൽ, ഇൻഫോർമൽ, ഔട്ട് ഓഫ് ദ സ്കൂൾ എക്സ്പീരിയൻസ്. സ്കൂൾ എക്സ്പീരിയൻസിന് പുറമെ ഉള്ള അനൗപചാരികമായിട്ടുള്ള ഇൻഫോർമൽ ആയിട്ട് നമുക്ക് അക്വയർ ചെയ്തിട്ടുള്ള കഴിവുകളാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെഷർ ചെയ്യുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്തിനാ? ഒരു പർട്ടിക്കുലർ സ്കൂൾ സബ്ജക്ട്സിൽ നിന്ന് നമുക്ക് നേടിയെടുത്ത കഴിവുകളെയാണ് അവിടെ അച്ചീവ്മെന്റ് ടെസ്റ്റ്, അത് മെഷർ ചെയ്യാനാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. തേർഡ് പോയിന്റ് എന്താ? ആപ്റ്റിറ്റ്യൂഡ് മെഷർമെന്റ് ഫോക്കസ് ഓൺ ദ ഫ്യൂച്ചർ. നമ്മൾ ഭാവിയിലേക്കാണ്. അഭിരുചി പരിശോധന അല്ലെ? ആ കാൻഡിഡേറ്റ്സിന് ഏതിലാണ് അഭിരുചി ഉള്ളത്? ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി ഉള്ളത്. അപ്പൊ അതിലേക്ക് അത് ഏതാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റിലേക്ക് ആ കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓർഗനൈസേഷന്റെ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അതായത് ഭാവിയിലേക്ക് വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താ മെഷർ ചെയ്യുന്നത്? ഫോക്കസ് ഓൺ ദ പാസ്റ്റ്. നമുക്ക് ഇതുവരെ നമ്മളിപ്പോൾ നേടിയെടുത്ത കാര്യങ്ങളെ മെഷർ ചെയ്യാനാണ്. നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള നേടിയെടുത്ത കാര്യങ്ങളെ മെഷർ ചെയ്യാനാണ്. അടുത്ത ഫോർത്ത് പോയിന്റ് നോക്കിയേ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഹാവ് ബീൻ ഡിവൈസ്ഡ് പ്രൈമറിലി ടു മെഷർ പൊട്ടൻഷ്യൽ അച്ചീവ്മെന്റ് ഓർ ടു predict the level of future performance. എന്താ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകള് പ്രധാനമായിട്ടും നമുക്ക് സാധ്യതയുടെ ഒരു പ്രിഡിക്റ്റ് ചെയ്യാൻ, നമുക്ക് പ്രിഡിക്ഷൻ, നമ്മൾ മുൻവിധി, അതായത് നമുക്ക് എന്താ ഭാവിയിലേക്കുള്ള ആ ഒരു പെർഫോമൻസിന്റെ നിലവാരം പ്രിഡിക്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് അച്ചീവ്മെന്റ്സ് ടു മെഷർ പൊട്ടൻഷ്യൽ അച്ചീവ്മെന്റ്, സാധ്യതയുള്ള ഒരു നേട്ടം കൈവരിക്കാനോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ള പെർഫോമൻസിന്റെ ലെവല് അത് പ്രിഡിക്റ്റ് ചെയ്യാനോ ഒക്കെയാണ് അതിനു വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. Achievement test is used to measure the attained ability. നമ്മൾ ഇപ്പോ അറ്റൈൻ ചെയ്തിട്ടുള്ള നേടിയെടുത്ത കഴിവുകള് മെഷർ ചെയ്യാനുള്ളതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. നേടിയെടുത്ത കഴിവ് അളക്കുന്നതിന് വേണ്ടിയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുന്നത്, അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്.
is used to measure the attained ability. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഭാവിയിലേക്കുള്ള പെർഫോമൻസ് അത് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട്, to predict the level of future performance. Okay. Then അഞ്ചാമത്തെ പോയിന്റ് എന്താ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് begin in business or industrial organization context where such as a test was administered for employee selection, placement and occupational counseling. ബിസിനസ് അല്ലെങ്കിൽ നമുക്ക് ഒരു വ്യാവസായിക സ്ഥാപനത്തിന്റെ ഇൻഡസ്ട്രിയൽ ഓർ ഓർഗനൈസേഷൻ കണ്ടെക്സ്റ്റ്, ഒരു ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ആരംഭിക്കുന്നത്. അതായത് എന്താണ്, എംപ്ലോയിനെ സെലക്ട് ചെയ്യാൻ, അവർക്ക് പ്ലേസ്മെന്റിന്, ഒക്യുപേഷണൽ കൗൺസിലിംഗ് എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ടെസ്റ്റ് വാസ് അഡ്മിനിസ്ട്രേറ്റഡ് ഫോർ എന്തിനു വേണ്ടി നടത്തുന്നത്, ഫോർ എംപ്ലോയി സെലക്ഷൻ, പ്ലേസ്മെന്റ് ആൻഡ് ഒക്യുപേഷണൽ കൗൺസിലിംഗ് എന്നിവയ്ക്കായിട്ടാണ് ഇത്തരം ടെസ്റ്റുകൾ നടത്തുന്നത്. ഓക്കെ, 5 പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ആ മൂന്നാമത്തെ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആപ്റ്റിറ്റ്യൂഡ് മെഷർമെന്റ് ഫോക്കസ് ഓൺ ദ ഫ്യൂച്ചർ, then achievement measurement focus on the past. ഇനി പാസ്റ്റിലേക്കുള്ള കാര്യമാണ്. അതായത് നമുക്ക് എന്താ പറയാ, നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി നോക്കിയിട്ട് അത് മെഷർ ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള പോസ്റ്റിലേക്ക് നിയമിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ ഫ്യൂച്ചറിനെ കണക്കാക്കിക്കൊണ്ടാണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാസ്റ്റ്, നമ്മൾ കഴിഞ്ഞു പോയത് അല്ലെങ്കിൽ നമ്മൾ നേടിയെടുത്തിട്ടുള്ള കഴിവുകളെ മെഷർ ചെയ്യാന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ചൂസിങ് എ ടെസ്റ്റ്. ഒരു ടെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, ചൂസ് ചെയ്യുമ്പോൾ, തെരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ചൂസിങ് എ ടെസ്റ്റ്, ഒരു ടെസ്റ്റ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ടെസ്റ്റ് നടത്താൻ പറ്റുമല്ലോ. ഒരു ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് തെരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. The following standards or factors should be considered while choosing a selection test. ഒരു സെലക്ഷൻ ടെസ്റ്റ് തെരഞ്ഞെടുക്കുമ്പോൾ ഈ താഴെ പറയുന്ന മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം, അത് പരിഗണിക്കണം. എന്തൊക്കെയാണ് നമ്മളൊരു ടെസ്റ്റ് നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്നാമത്തെയാണ് ഒബ്ജക്റ്റിവിറ്റി. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വസ്തുനിഷ്ഠമായിരിക്കണം. ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് അത് വസ്തുനിഷ്ഠമായിരിക്കണം. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളെയോ വികാരങ്ങളെയോ അതൊന്നും കൂടാതെ യഥാർത്ഥ ബോധത്തോടു കൂടി ആ രീതിയിലായിരിക്കണം ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ. ഇപ്പൊ എനിക്ക് ഫേവർ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞാൻ എന്താ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇതാക്കുക അങ്ങനെയൊന്നും പാടില്ല. തികച്ചും യഥാർത്ഥ ബോധത്തോടു കൂടി വസ്തുനിഷ്ഠപരമായിരിക്കണം ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളെയോ താല്പര്യങ്ങളെയോ ഇതൊന്നും പരിഗണിച്ചുകൊണ്ട് ആകരുത്. ഒബ്ജക്റ്റിവിറ്റി. അപ്പൊ ഒരു ടെസ്റ്റ് നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, പരിഗണിക്കേണ്ട കാര്യമാണ് ടെസ്റ്റ് എങ്ങനെയായിരിക്കണം, ഒരു ഒബ്ജക്റ്റിവിറ്റി വേണം, വസ്തുനിഷ്ഠമായിരിക്കണം. An objective test measure a variable independent of the people conducting the test and the circumstances of the test. അതായത് നമ്മൾ എന്താ പറയുന്നത്, ഈ നമ്മുടെ പരിശോധന നടത്തുന്ന ആളുകൾ objective test measure a variable independent of the people conducting the test. പരിശോധന നടത്തുന്ന ആളുകൾ, അത് കണ്ടക്ട് ചെയ്യുന്ന ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ആളുകളിൽ നിന്നും അതുപോലെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ സ്വതന്ത്രമായിട്ടായിരിക്കണം. സ്വതന്ത്രമായ വേരിയബിളിനെ അളക്കുന്നു ഈ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് വേറെ ഒന്നിനെയും നമ്മൾ ഒരു എന്താ പറയാ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളെയോ താല്പര്യങ്ങളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല.
Then in other words, മറ്റൊരു രീതി പറയുകയാണെങ്കിൽ the test has to be fair. ഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? ന്യായമായിരിക്കണം. ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ന്യായമായിരിക്കണം. എന്താ? പാർഷ്യാലിറ്റി ഒന്നും പാടില്ല. നമ്മുടെ ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെ ഒന്നും അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഒരു ടെസ്റ്റ് എല്ലാവർക്കും ന്യായമായതായിരിക്കണം. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ടെസ്റ്റ് ഹാസ് ടു ബി ഫെയർ. Objective selection method guarantee unbiased measure of the employee's ability. Unbiased എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്പക്ഷമായ എംപ്ലോയിയുടെ കഴിവിനെ നിഷ്പക്ഷമായി അളക്കാനുള്ള ഒരു ഉറപ്പ് ടെസ്റ്റ് നടത്തണം. ആരോടും വേറെ ഒരു പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പാടില്ല. ഒബ്ജക്റ്റീവ് സെലക്ഷൻ മെത്തേഡ് ഗ്യാരണ്ടി എന്ത് ഉറപ്പ് നൽകണം? അൺബയാസ്ഡ് മെഷർ, അല്ലെ? നിഷ്പക്ഷമായി ഒന്നിനെയും നമ്മള് എംപ്ലോയിയുടെ എബിലിറ്റീനെ എങ്ങനെയാ നമ്മള് ഒരു നിഷ്പക്ഷമായ രീതിയിലായിരിക്കണം അത് മെഷർ ചെയ്യാനായിട്ട്. കണ്ടോ? കഴിവിന്റെ നിഷ്പക്ഷമായിട്ടുള്ള അളവുകള് അത് ഈ ഒരു ഒബ്ജക്റ്റീവ് സെലക്ഷൻ മെത്തേഡ് ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്നു. ഇത് വേറൊന്നുമില്ല. നമ്മളവിടെ എന്താണ്? ആരോടും ഒരു വ്യക്തിപരമായ വികാരങ്ങളോ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളതായിരിക്കരുത്. ഒരേപോലെ എംപ്ലോയിയുടെ കഴിവിനെ ഒരേപോലെ മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നിഷ്പക്ഷമായി, unbiased. They all start with giving each candidate the same information and encouragement. എങ്ങനെ വേണം അത് ആരംഭിക്കാൻ? Giving each candidate the same information. എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരുപോലെയുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ ആൻഡ് എൻകറേജ്, പ്രോത്സാഹനമൊന്നും കൊടുക്കണം. അല്ലാതെ കുറച്ചു പേരോട് അവരെ പേഴ്സണലായിട്ട് പിടിച്ചുകൊണ്ട് കുറച്ചും കൂടി കാര്യങ്ങള് അങ്ങനെ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് അവരെ അങ്ങനെ ആ ഒരു മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും പാടില്ല. they all start with എങ്ങനെയാണ് ആരംഭിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്? giving each candidate the same information. എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരുപോലെ ഇൻഫർമേഷൻസ് നൽകിക്കൊണ്ട് giving each candidate the same information and encouragement. same information, അതുപോലെയുള്ള ഒരേപോലെയുള്ള പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് വേണം ആരംഭിക്കാൻ. അപ്പൊ ടെസ്റ്റ് എങ്ങനെയായിരിക്കണം? ഒബ്ജക്റ്റിവിറ്റി ആയിരിക്കണം. രണ്ടാമത്തെയാണ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലാഭം. It refers to the financial gain obtained by using a selection method. എന്താ? സാമ്പത്തിക നേട്ടങ്ങളെയാണ് പറയുന്നത്. ഇതാണ് ഫിനാൻഷ്യൽ ഗെയിൻ. അതാണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. ലാഭം എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പത്തിക നേട്ടങ്ങൾ. സാമ്പത്തിക നേട്ടങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. obtained by using a specific selection method. ആ പർട്ടിക്കുലർ സെലക്ഷൻ മെത്തേഡിലൂടെ നേടിയെടുക്കുന്ന സാമ്പത്തിക ലാഭങ്ങൾ, ഫിനാൻഷ്യൽ ഗെയിൻ, അതാണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ലാഭം എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. The main objective is to assess the increase the revenue as a function for the selection method after detecting the cost expenditure incurred during the application of the certain method. എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? എന്ത് ചെയ്യണം? ഒബ്ജക്റ്റീവ്, മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? ഈ ടെസ്റ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അസസ് ദ ഇൻക്രീസ് ദ റവന്യൂ. വരുമാനം വർദ്ധിപ്പിക്കണം. എങ്ങനെ? ആ സെലക്ഷൻ മെത്തേഡിന്റെ കോസ്റ്റ് കുറച്ചുകൊണ്ട്, ഡിറ്റക്ട് ചെയ്യാന്ന് വെച്ചാൽ കുറയ്ക്കുക, അല്ലെ? ആ സെലക്ഷൻ മെത്തേഡിന്റെ കോസ്റ്റ് കുറച്ചുകൊണ്ട് എങ്ങനെയായിരിക്കണം? അതിലൂടെ നമുക്ക് ആ ഒരു ഓർഗനൈസേഷനില് മാക്സിമം റവന്യൂ, വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കണം അത് ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്താണ്? ആ മെത്തേഡിന് വരുന്ന സെലക്ഷൻ മെത്തേഡിന്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. എന്നിട്ട് നമുക്ക് എന്താണ് ആ പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്ന ലാഭം. ഇപ്പൊ അങ്ങനെ എന്താ പറയാ, നല്ല കാൻഡിഡേറ്റ്സ് ആണെങ്കിലൊക്കെ നമുക്ക് കമ്പനിക്ക് നല്ല ലാഭമായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ മാക്സിമം റവന്യൂ ഇൻക്രീസ് ചെയ്യുക. A standard level of utility needs no selection ratio. ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് യൂട്ടിലിറ്റിക്ക് എന്താ ആവശ്യമാണ്? കുറഞ്ഞ സെലക്ഷൻ റേഷ്യോ ആവശ്യമാണ്. Thus, it is totally related to the capability of an organization to attract a large number of talented and qualified applicants for a very vacant position. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു?
It is totally related. ധാരാളം കഴിവുള്ള യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിനെ ആകർഷിക്കാനുള്ള അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷന്റെ കഴിവുമായിട്ട് ഇത് പൂർണ്ണമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. കേട്ടോ, thus it is totally related. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? The capability of an organization. ഓർഗനൈസേഷന്റെ ഒരു കഴിവ്. എന്തിനുള്ള കഴിവ്? To attract a large number of talented and qualified applicants. അല്ലേ? വലിയ ടാലന്റ് ആയിട്ടുള്ള. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സെലക്ഷൻ മെത്തേഡ് എല്ലാവരും നല്ല ടാലന്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് ആണ്. അപ്പൊ നമുക്ക് ആ സെലക്ഷൻ മെത്തേഡിന് വരുന്ന ചെലവ് കുറയ്ക്കാൻ പറ്റും, കമ്പനിക്ക് മാക്സിമം ലാഭം വരുമാനം ഇൻക്രീസ് ചെയ്യാനും പറ്റും. അല്ലേ? അങ്ങനെ അതാണ് പറഞ്ഞേക്കുന്നത്. ലാർജ് നമ്പർ ഓഫ് ടാലന്റഡ് ആൻഡ് ക്വാളിഫൈഡ് ആപ്ലിക്കൻസിനെ അട്രാക്ട് ചെയ്യുന്നതിലൂടെ അല്ലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മെത്തേഡിന്, സെലക്ഷൻ മെത്തേഡിന് നമുക്ക് വരുന്ന കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഓരോ വേക്കന്റ് പൊസിഷനിലേക്കും ടാലന്റ് ആയിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഓർഗനൈസേഷന്റെ ഒരു കഴിവുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? യൂട്ടിലിറ്റി ഫസ്റ്റ് സെന്റൻസ് അതിൽ അണ്ടർലൈൻ ചെയ്തിടാം, രണ്ടാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്താം. ഇൻക്രീസ് ദ റവന്യൂ, വരുമാനം വർദ്ധിപ്പിക്കുക. അതാണ് ആ ഒരു സെലക്ഷൻ മെത്തേഡിന്റെ ഒരു എന്താ പറയാ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വരുമാനം വർദ്ധിപ്പിക്കുക. എന്താ മെത്തേഡിൽ വരുന്ന ആ കോസ്റ്റ് കുറച്ചുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കുക. ഇനി അടുത്തതാണ് റിലയബിലിറ്റി. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? റിലയബിൾ ആയിരിക്കണം, ഒരു വിശ്വസനീയമായിരിക്കണം. ഒരു ടെസ്റ്റ്, സെലക്ഷൻ ടെസ്റ്റ് എങ്ങനെയായിരിക്കണം? എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം, ഒരു വിശ്വസനീയമായിരിക്കണം. It denotes the uniformity of the selection test. ഇതെന്താ? തുല്യതയാണ് ഇത് കാണിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. യൂണിഫോമിറ്റി, തുല്യതയാണ് ഇത് കാണിക്കുന്നത്. നോക്കിയേ, any test is said to be reliable. ഒരു ടെസ്റ്റ് റിലയബിൾ ആണ് അല്ലെങ്കിൽ വിശ്വസനീയമാണെന്ന് പറയുന്നത് എങ്ങനെയാ? only if it is consistently producing the same result. സെയിം റിസൾട്ട് കിട്ടുന്നതിലൂടെ അല്ലേ? അല്ലേ? എല്ലാവർക്കും ഒരേ റിസൾട്ട് കിട്ടുന്നതിൽ ഒരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ടെസ്റ്റ് എന്താവുള്ളൂ? റിലയബിൾ ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. With an unreliable test, an individual may score high at one event and very low on the other. Even if both the events are mutually close in time. ഇപ്പൊ നമ്മളെ അതായത് ഒരു വ്യക്തിക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്തു. അതായത് ഇപ്പൊ നമ്മൾ സെലക്ഷൻ ടെസ്റ്റ്, ഒരു ടെസ്റ്റില് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്തു. പക്ഷെ എക്സാം ബേസിൽ നോക്കുമ്പോൾ ഇപ്പൊ ഡിഗ്രി എക്സാമിന് മാർക്ക് കുറവായിരുന്നു, ജസ്റ്റ് പാസ് ഉള്ള ഒരാള് നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് നടത്തുമ്പോൾ ഏറ്റവും ടോപ്പിൽ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടെസ്റ്റ് വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഒരു ടെസ്റ്റ് നമുക്ക് അൺറിലയബിൾ, വിശ്വസനീയമല്ലാതാകുന്നത് എപ്പോഴാ? ഇൻഡിവിജ്വൽ മേ സ്കോർ ഹൈ അറ്റ് വൺ ഇവന്റ്. ഒരെണ്ണത്തിന് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു, എന്നാൽ വെരി ലോ അതർ, മറ്റതില് കുറച്ചേ സ്കോർ ചെയ്തോളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ പറയാ, ആ രണ്ട് ഇവന്റും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന. അപ്പൊ ഒരെണ്ണത്തിന് നല്ലോണം സ്കോർ ചെയ്തു അല്ലെങ്കിൽ ഒരെണ്ണത്തില് സ്കോർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആ ടെസ്റ്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ എന്തോ ഒരു പാകപ്പിഴ വന്നിട്ടുണ്ടാവും. അല്ലെ? ഇപ്പൊ നമ്മുടെ പ്ലസ് ടുവിന് എല്ലാത്തിനും ഫുൾ A+ കിട്ടിയ ഒരാൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ടെസ്റ്റ് നടത്തുമ്പോൾ ഹൈ മാർക്ക് സ്കോർ ചെയ്യണം, ആ കുട്ടിയുടെ ടാലന്റ് വെച്ചിട്ട്. അല്ലെ? എന്നാൽ ജസ്റ്റ് പാസ് ഉള്ള ഒരാളാണ് ഏറ്റവും അതിന് ആ ടെസ്റ്റിൽ ഹൈ സ്കോർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ടെസ്റ്റ് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവും അല്ലേ? ആണോ? വിശ്വസിക്കാൻ പറ്റുമോ? എന്നാ ഫുൾ മാർക്ക് ഉള്ള ഒരാൾക്ക് നമുക്ക് ആ ടെസ്റ്റിൽ ഹൈ സ്കോർ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. ആ കുട്ടിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ക്ലിയർ ആവുന്നില്ല പറയണേ? അപ്പൊ ടെസ്റ്റ് എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേ? ടെസ്റ്റ് എങ്ങനെയായിരിക്കണം? റിലയബിൾ ആയിരിക്കണം, വിശ്വസനീയമായിരിക്കണം. അതായത് എല്ലാവർക്കും ആ ഒരു സ്ഥിരത, നമ്മൾ ആ റിസൾട്ടിന് ഒരു സ്ഥിരത കാണിക്കണം. എന്നാലാണ് നമ്മളത് റിലയബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ.
This uniformity is developed with the help of. ഇനി ഈ യൂണിഫോമിറ്റി നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? With the help of re-examination of the candidates with the same test. ആ സെയിം ടെസ്റ്റ് തന്നെ വീണ്ടും അവരെ കൊണ്ട് ഇരിക്കാം. Re-examination അതിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്താണ് യൂണിഫോമിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. Or test on 2 or more events or by another method. വേറൊരു മെത്തേഡ് എന്താണ് നമുക്ക് യൂണിഫോമിറ്റി വികസിപ്പിക്കാൻ? To evaluate the uniformity of the test score. Another method to evaluate the uniformity of the test score. ആ ടെസ്റ്റ് സ്കോറിന്റെ യൂണിഫോമിറ്റി ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ആണ് എന്താ? Re-examination. Developed with the help of re-examination of the candidates with the same test on 2 or more events. അത് വീണ്ടും എഴുതിക്കുക. Or by another method to evaluate. അല്ലെങ്കിൽ എന്താണ് വേറെ മെത്തേഡ്? Or by any other method to evaluate the uniformity of the test score. Uniformity evaluate ചെയ്യാൻ another method നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാലിഡിറ്റി വേണം. വാലിഡ് ആയിരിക്കണം. ഒരു ടെസ്റ്റ് എപ്പോഴും വാലിഡ് ആയിരിക്കണം. എന്താണ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ? എന്താ? ഇവാലുവേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കണം. ടെസ്റ്റ് അത് ഇവാലുവേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കണം. അതാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ടെസ്റ്റ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരു വാലിഡ് ആയിരിക്കണം. Validity of the test is an important element as it is the degree to which a test evaluates what it was supposed to evaluate. എന്താ പറഞ്ഞേക്കുന്നേ? ഒരു ടെസ്റ്റ് നമുക്ക് ഇതാവണമെങ്കിൽ a test is an important element. Validity. Validity of a test is an important. ഈ ടെസ്റ്റിലെ വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇമ്പോർട്ടന്റ് ആണ്. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇവാലുവേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കണം. എന്താ? as it is the degree to which a test evaluates what it was supposed to evaluate. ഒരു ടെസ്റ്റ് എത്രത്തോളം വിലയിരുത്തേണ്ടതായിരുന്നു എന്ന് അത് വിലയിരുത്തപ്പെടുന്നു. അതിന്റെ ഡിഗ്രിയാണ് പറയുന്നത്. A selection test is required to be valid. ഒരു സെലക്ഷൻ ടെസ്റ്റ് വാലിഡ് ആണെങ്കിൽ because the validity provide a logical and legally accepted reason to carry out the test for the screening of the job applicants. എന്താ പറഞ്ഞേക്കുന്നേ? അതായത് ജോബ് ആപ്ലിക്കൻസിന്റെ ആ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നതിന് നമ്മൾ വാലിഡിറ്റി എങ്ങനെയായിരിക്കണം? ലോജിക്കൽ ആൻഡ് ലീഗലി അക്സെപ്റ്റഡ് ആയിരിക്കണം. സഹവും അതുപോലെ നിയമപരമായിട്ടുള്ള അംഗീകരിച്ചതുമായിട്ടുള്ള ഒരു കാരണം നൽകുന്നതിനാൽ ഒരു സെലക്ഷൻ ടെസ്റ്റ് എങ്ങനെയായിരിക്കണം? എപ്പോഴും വാലിഡ് ആയിരിക്കണം. Because the validity provide a logical and a legally accepted reason to carry out the test. ആ ടെസ്റ്റ് നടപ്പിലാക്കുന്നതിനുള്ള നിയമപരമായിട്ടുള്ള അത് ലോജിക്കൽ യുക്തിസഹമായിട്ട് അംഗീകരിക്കപ്പെടണം. A test must be valid under a specific situation and for the defined group of people. Therefore, a test is said to be valid when it is capable of measuring the factors for which it is designed. എന്ന് പറഞ്ഞേക്കുന്നവിടെ അതായത് ഒരു ടെസ്റ്റ് നമുക്ക് വാലിഡ് ആവണമെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തില് ഒരു കൂട്ടം ആളുകൾക്കും ഇതൊക്കെ ടെസ്റ്റ് എങ്ങനെയാ ഒരു വാലിഡ് ആവണം. Okay, a test must be valid under a specific situation. ആ ഒരു പ്രത്യേക സാഹചര്യത്തിലും അതുപോലെ തന്നെ ഡെഫിനിറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതിനും എന്താ പറയാ അങ്ങനെ ആയിരിക്കണം. Therefore, a test is said to be valid when they are capable of measuring the factor for which it is designed. അതായത് ഡിസൈൻ ചെയ്തിട്ട് ആ ടെസ്റ്റില് ഡിസൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങള് അത് അളക്കാൻ കഴിയുമ്പോഴാണ് ആ ടെസ്റ്റ് വാലിഡ് ആകുന്നത്. ആ ലാസ്റ്റ് സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. അതായത് നമ്മൾ ഓരോ ടെസ്റ്റിനും നമ്മൾ എന്താ ഓരോ ജോബിനും അനുസരിച്ചുള്ള ടെസ്റ്റ് ആയിരിക്കണം നടത്തേണ്ടത്. എല്ലാ ജോലിക്കും ഒരുപോലത്തെ ടെസ്റ്റ് അല്ല അല്ലെ. അതായത്
വാലിഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണെന്ന് പറഞ്ഞാ ഓരോ ജോലിക്കും അനുസരിച്ചുള്ള ടെസ്റ്റ് വേണം നടത്താനായിട്ട്. അതായത് ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ വാലിഡിറ്റി നോക്കണം. പലതരത്തിലുള്ള ജോബാണ് അല്ലെ. അപ്പൊ ഒരു ജോലിക്ക് പറ്റുന്ന ടെസ്റ്റ് ചിലപ്പോൾ വേറെ ജോലിക്ക് അതിന് ആപ്റ്റ് ആവണമെന്നില്ല. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണ്, ഇപ്പൊ നമുക്ക് ഒരു ടെക്നിക്കൽ നോളജ് കൂടുതലായിട്ട് ടെക്നിക്കലി നമ്മളൊരു കമ്പ്യൂട്ടർ ഒരു ഇതിലേക്ക് വേണ്ടിയ ഒരു ജോബാണ്. ടെക്നിക്കൽ ജോബ് അത് ആ നോളജ് കൂടുതലായിട്ട് വേണ്ടി വരുന്ന ജോലിക്ക് ചെയ്യുന്ന സെലക്ഷൻ ടെസ്റ്റ് ആവരുത് വേറെ അണ്ടർ ലെവലില് അല്ലെങ്കിൽ ലോവർ ലെവൽ എംപ്ലോയീസിന് നടത്തേണ്ട ടെസ്റ്റ്. മനസ്സിലായോ? അപ്പൊ അവിടെ ഏതാ ഫിസിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും കൂടുതൽ. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വേണ്ടത്. ഫിസിക്കലി ആ ജോലി ചെയ്യാൻ അവർ ഹെൽത്തി ആണോ അതാണ് അവിടെ നോക്കേണ്ടത്. അവർക്കുടെ ബ്രില്യൻസ് അല്ല അവിടെ നോക്കേണ്ടത്. മനസ്സിലായോ? അതായത് ഓരോ ടെസ്റ്റിനും നമ്മൾ ഓരോ ജോലിക്കും അനുസരിച്ചുള്ള ടെസ്റ്റ് ആയിരിക്കണം നടത്തേണ്ടത്. മനസ്സിലായോ? അപ്പൊ മനസ്സിലായോ എന്താ പറഞ്ഞത്? അപ്പൊ നമുക്കേ അതായത് ടെക്നിക്കൽ നോളജ് കൂടുതലുള്ള വേണ്ടി വരുന്ന ജോലിക്ക് എന്താ അതിനനുസരിച്ചുള്ള നമ്മൾ ഇന്റലിജൻസ് ടെസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളായിരിക്കും നടത്തേണ്ടത്. എന്നാൽ ലോവർ ലെവൽ എംപ്ലോയിക്ക് ഏതാ ആ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് കാര്യമില്ല. അവർക്ക് തോന്നിയാൽ ഫിസിക്കലി അവർ ഓക്കെ ആണോ ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ അവർക്ക് നടത്തേണ്ടത്. ഇതാണ്. അതുകൊണ്ട് അതിന്റെ വാലിഡിറ്റി നോക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇനി അടുത്തത് നോക്കിയേ എങ്ങനെയായിരിക്കണം. പ്രിപ്പറേഷൻ വേണം. വെറുതെ നമ്മളൊരു ടെസ്റ്റ് ഇന്ന് രാവിലെ ഒരു ടെസ്റ്റ് നടത്താം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവരുത്. ടെസ്റ്റിന് എന്ത് വേണം? ഒരു പ്രിപ്പറേഷൻ വേണം. A complex structure of a test may fail to provide quality result. അല്ലെ? ടെസ്റ്റ് ഭയങ്കര കോംപ്ലക്സ് ആണ്, ഒരു സങ്കീർണമാണ്, ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ക്വാളിറ്റി റിസൾട്ട് കിട്ടുന്നതിന് പരാജയപ്പെടും അല്ലെ? ഒരു സങ്കീർണമായ ടെസ്റ്റ് എന്താണ് നമുക്ക് അതിന് ഗുണനിലവാരമുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതിന് പരാജയപ്പെടാം. Therefore, a test need to be prepared very efficiently and effectively. വളരെ കാര്യക്ഷമമായും ഫലപ്രദമായിട്ട് വേണം ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ. And at the same time, it should be easy to conduct. അതേ സമയം തന്നെ എന്താണ് അത് കണ്ടക്ട് ചെയ്യാൻ എളുപ്പവുമായിരിക്കണം. അതേ സമയം ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കണം. വലിയൊരു ഇപ്പൊ നമ്മളെ എന്താ പറയാ നമുക്ക് വലിയൊരു എന്താ പറയാ വലിയൊരു ചെറിയൊരു ജോലിക്ക് നമ്മൾ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു സെലക്ഷൻ ടെസ്റ്റിന്റെ ആവശ്യമില്ല. ചെറിയൊരു ജോലിക്ക് ഉണ്ടോ എന്താ പറഞ്ഞേക്കുന്നത്? കോംപ്ലക്സ് സ്ട്രക്ചർ അങ്ങനെ വരുമ്പോൾ എന്താണ് ആ ശരിക്കും അതിന് ഫലപ്രദമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. അതിൽ പരാജയപ്പെടാം. കോംപ്ലക്സ് സ്ട്രക്ചർ ഓഫ് ദ ടെസ്റ്റ് may fail to provide quality result. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ ടെസ്റ്റും എങ്ങനെയായിരിക്കണം പ്രിപ്പയർ ചെയ്യാൻ? വളരെ എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ്ലി കാര്യക്ഷമമായിട്ട് ഫലപ്രദമായിട്ട് വേണം ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ. അതുപോലെ തന്നെ എന്താണ് ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ, ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ എന്നാൽ എളുപ്പവുമായിരിക്കണം. അടുത്തത് ആറാമത്തെയാണ് സ്യൂട്ടബിലിറ്റി. ഇനി നമ്മള് ഒരു സെലക്ഷൻ ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. അടുത്തത് എന്താണ്? സ്യൂട്ടബിലിറ്റി. സ്യൂട്ടബിൾ ആയിരിക്കണം, അനുയോജ്യമായിരിക്കണം ടെസ്റ്റ്. A test must be according to the nature of the group on which it is being conducted. ആർക്കാണ് ആ ടെസ്റ്റ് നടത്തുന്നത് ആ ഗ്രൂപ്പിന്റെ നേച്ചർ നോക്കണം. അതിനനുസരിച്ച് വേണം ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട്. ആ ഗ്രൂപ്പിന് ഫിറ്റ് ആണോ? ആർക്ക് വേണ്ടിയാ നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നത്? അപ്പൊ നമ്മൾ നടത്തുന്ന ടെസ്റ്റ് ആ ഗ്രൂപ്പിന് ഫിറ്റ് ആണോ എന്നുള്ളത് നോക്കണം. For example, okay, a written test conducting difficulty words is useless if it is applied to workers who are not much literature. അതായത് നമ്മളെ ലിറ്ററേച്ചർ കുറവുള്ള അധികം വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഡിഫിക്കൽട്ടി വേർഡ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് നടത്തിയാൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവോ?
എഡ്യൂക്കേഷൻ കുറഞ്ഞ ആളുകൾക്ക്. അപ്പൊ ഏത് ഗ്രൂപ്പിലാണ് ആ ടെസ്റ്റ് നടത്തുന്നത് എന്നുള്ളത് ആദ്യം നോക്കണം. അപ്പൊ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന, അതായത് ലോവർ ലെവലിലുള്ള ആളുകൾക്ക് നമ്മൾ അത്രയും വലിയ കട്ടിയുള്ള വലിയ ഡിഫിക്കൽട്ട് വേർഡ്സ് അല്ലെങ്കിൽ വലിയ ഇംഗ്ലീഷിലൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവർക്ക് അത് എഴുതാൻ പറ്റൂല അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് മച്ച് ലിറ്ററേച്ചർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കുറഞ്ഞ ആളുകൾക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവരുടെ ലെവലിൽ നിന്നുകൊണ്ടായിരിക്കണം ആ ടെസ്റ്റ് നമ്മൾ റെഡിയാക്കാനായിട്ട്. ഓക്കെ, അതാണ് ആ ടെസ്റ്റ് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കണം. ഏത് ടെസ്റ്റ് ആണോ നടത്തുന്നത് അത് ആർക്ക് വേണ്ടിയാണോ ആ ഗ്രൂപ്പിന് ആ ടെസ്റ്റ് ഫിറ്റ് ആണോ എന്നുള്ളത് നോക്കണം. ക്ലിയർ ആയോ? പോയിന്റ്സ് ആണോ? എന്തൊക്കെയാണ് നമ്മള് ഒരു സെലക്ഷൻ ടെസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ, ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം? അത് ഒബ്ജക്ടിവിറ്റി, വസ്തുനിഷ്ഠമായിരിക്കണം, ആരുടെയും പ്രേരണയോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളതൊന്നും പാടില്ല അല്ലെ. അത് എപ്പോഴും എന്താണ് ഫെയർ ആയിരിക്കണം, ന്യായമായിരിക്കണം. പിന്നെ അടുത്ത യൂട്ടിലിറ്റി ആണ്. യൂട്ടിലിറ്റി എങ്ങനെയായിരിക്കണം? നമ്മള് ആ മെത്തേഡിന് ചെലവ് കുറച്ചുകൊണ്ട് കമ്പനിക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ കമ്പനിയുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞ എപ്പോഴും ഒരു റിലയബിലിറ്റി, വിശ്വസനീയമായിരിക്കണം കേട്ടോ. കൺസിസ്റ്റൻസി വേണം, സെയിം റിസൾട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം. മനസ്സിലായോ? അതായത് നമ്മളൊരു സ്ഥിരത വേണം, സെയിം റിസൾട്ട്. ഇപ്പൊ നമ്മള് ഡിഗ്രിക്ക് നല്ല മാർക്ക് കിട്ടിയ ഒരാള് ഈ ടെസ്റ്റിലും നല്ല മാർക്ക് കിട്ടുന്ന വരും. അല്ലെങ്കിൽ ഡിഗ്രിക്ക് ജസ്റ്റ് പാസ്സുള്ള ഒരാള് ഈ ടെസ്റ്റില് ഏറ്റവും ടോപ്പ് റാങ്ക് ഹോൾഡർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ ആ ടെസ്റ്റ് റിലയബിൾ അല്ല എന്ന് പറയാം. ഓക്കെ, പിന്നെ അടുത്ത ടെസ്റ്റ് എങ്ങനെയായിരിക്കും? ഒരു വാലിഡിറ്റി വേണം. വാലിഡിറ്റി ആയിരിക്കണം. എന്താ വെച്ചാൽ എന്താ, നമ്മൾ ഏത് ഇതാണോ അതിനനുസരിച്ച്, അപ്പൊ നമ്മൾ ടെക്നിക്കൽ നോളജ് അതിലേക്കുള്ള ടെസ്റ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഇതായിരിക്കും കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ആ ടെസ്റ്റ് നമുക്ക് ലോവർ ലെവലിലുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലെ. അങ്ങനെ വരുമ്പോൾ അത് ആ ടെസ്റ്റ് ഒരു വാലിഡിറ്റി വേണം. ഓക്കെ, വാലിഡിറ്റി. പിന്നെ അതുപോലെ തന്നെ എന്താ, അത് വാലിഡിറ്റി ചെയ്യാൻ ഈസി ആയിരിക്കും ചെയ്യുന്നത്. വാലിഡിറ്റി ചെയ്യാൻ ഈസി ആയിരിക്കണം, അതാണ് വാലിഡിറ്റി. വാലിഡ് ആയിരിക്കണം. പിന്നെ അടുത്ത പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. കോംപ്ലക്സ് സ്ട്രക്ചർ ആണെങ്കിൽ അത് നമ്മൾ അതിന്റെ റിസൾട്ട് പരാജയത്തിലേക്ക് ആക്കാം. പിന്നെ അടുത്ത സ്യൂട്ടബിലിറ്റി ആണ്. ഏത് ഗ്രൂപ്പ് ആണോ ടെസ്റ്റ് നമ്മൾ നടത്തുന്നത് അവർക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, അഡ്വാൻറ്റേജ്. എന്തൊക്കെയാണ് ഒരു ടെസ്റ്റിന്റെ ഗുണങ്ങള്? അഡ്വാൻറ്റേജ് എന്താ? എന്തിനൊക്കെയാണ് നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നത്? ഒന്നാമത് നോക്കിയേ, റിലയബിൾ ടൂൾ. ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വിശ്വസനീയമായ ഒരു ടൂളാണ്. ഒരു ടെസ്റ്റ് നടത്തി വെറുതെ ഒരു ഓഫീസിൽ ജോലി ചെയ്യാനെന്ന് വെച്ചാൽ നടക്കൂല. അതിനു മുന്നേ അവര് ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് നടത്തി അതില് ഓക്കെയാണ്, നല്ല മാർക്ക് സ്കോർ ചെയ്താൽ നമുക്ക് നേരെ അവര് ആ പോസ്റ്റിലേക്ക് ഇടാം. നമുക്ക് വിശ്വസനീയമാണ്, ആ ജോലി ചെയ്യാൻ അവർ ഓക്കെയാണ്. അവരുടെ കഴിവ് അവർ ആ ടെസ്റ്റിലൂടെ തെളിയിച്ചതാണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ടൂളാണെന്നാണ് പറയുന്നത്. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ടെസ്റ്റ് എന്താണ്? നമുക്ക് ഒരു വിശ്വസനീയത തരുന്നു, ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ടൂളാണ്. The selection tests are regarded as a reliable and unbiased tool to evaluate and select the best candidates for the vacant position. ഒരു വേക്കന്റ് പൊസിഷനിലേക്ക്, ആ ഒഴിവുള്ള ഒരു പൊസിഷനിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഒരു വിശ്വസനീയമായിട്ടുള്ള, അതുപോലെ അൺബയാസ്ഡ് എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷവും വിശ്വസനീയമായിട്ടുള്ള ഒരു ടൂളാണ്. സെലക്ഷൻ ടെസ്റ്റ് ആർ ഓൾവേസ് ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസസ്. വ്യക്തിപരമായിട്ടുള്ള പക്ഷപാതങ്ങളിൽ നിന്നും ഒക്കെ ഇത് ഫ്രീ ആയിരിക്കണം. ആൻഡ് ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളോ ഒന്നും, നമ്മളത് വിവേചനം ഒന്നും പാടില്ല. In comparison to other techniques used for the selection purposes such as interview പോലുള്ള മറ്റുള്ള സെലക്ഷൻ ടെസ്റ്റുകൾ അത് വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ് ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കും. പേഴ്സണൽ ബയാസിസ് അല്ലെ, നമ്മുടെ വ്യക്തിപരമായിട്ട് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ടെസ്റ്റ് നടത്താന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ് ടെസ്റ്റ് അല്ലെ, ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അല്ലാതെ അയ്യോ എന്റെ റിലേറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ആ ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യാൻ പറ്റോ? ഇല്ല.
അല്ലെ? ഇന്റർവ്യൂവിന് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇന്റർവ്യൂ പറയാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഫേവർ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾ പറയാം ഇന്റർവ്യൂവിന് വേണമെങ്കിൽ, അല്ലെ? ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അത് സെലക്ഷൻ ആ ടെക്നിക്ക് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഒരു ഫ്രീ ആയിരിക്കണം. പേഴ്സണൽ ബയാസസ്, ഡിസ്ക്രിമിനേഷൻ, വിവേചനം, പേഴ്സണൽ ബയാസസ് നിന്നൊക്കെ അത് ഫ്രീ ആണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. Selection tests are always free from personal biases and discrimination. ഇനി അടുത്ത് നോക്കിയേ, ഐഡിയൽ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താ? അപ്പൊ ഒന്നാമത്തെ ഒരു വിശ്വസനീയമായിട്ടുള്ള ടൂളാണ്. സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിശ്വസനീയമായിട്ടുള്ള ടൂളാണ്. രണ്ടാമത്തെ ഐഡിയൽ ഫോർ ലാർജ് ഗ്രൂപ്പ്, വലിയ ഗ്രൂപ്പിന് എന്താണ് അനുയോജ്യമാണ്. സെലക്ഷൻ ടെസ്റ്റ് ഹാവ് ബീൻ അഡ്വാൻറ്റേജ് ഓവർ അതർ ടെസ്റ്റ്, മറ്റുള്ള ടെസ്റ്റുകളിലെ വെച്ചിട്ട് സെലക്ഷൻ ടെസ്റ്റിന് ഒരു എന്താണ് അഡ്വാൻറ്റേജ് ആണ്. കൂടെ എന്താ? It can be conducted a large number of applicants at the same time. അല്ലെ? ഒരേ സമയം തന്നെ ധാരാളം ആപ്ലിക്കൻസിന് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? ഇന്റർവ്യൂ ആണെങ്കിൽ ഓരോരുത്തരെ വിളിച്ചായിരിക്കും ചിലപ്പോൾ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ സെലക്ഷൻ ടെസ്റ്റ് ആണ്, അത് ഒരു സമയത്ത് തന്നെ കുറെ ആപ്ലിക്കൻസിന് കണ്ടക്ട് ചെയ്യാൻ പറ്റും. സെലക്ഷൻ ടെസ്റ്റ് ഈസ് the only technique to save the time and money of the organization at the time of selecting the candidates from a large pool. ഒരു വലിയൊരു ഗ്രൂപ്പ്, pool എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, വലിയൊരു കൂട്ടം, അതിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ഓർഗനൈസേഷന് വേണ്ടി വരുന്ന സമയം, ടൈം, മണി, പൈസ, ഇതൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇത് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. Selection test is only the technique to save the time and money of the organization. ഒരു വലിയൊരു കാൻഡിഡേറ്റ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഓർഗനൈസേഷന് വേണ്ടി വരുന്ന സമയവും പൈസയൊക്കെ നമുക്ക് ഈ സെലക്ഷൻ ടെസ്റ്റിലൂടെ നമുക്ക് ലാഭിക്കാൻ പറ്റും. അതിനുള്ളൊരു ടെക്നിക്കാണ്. ക്ലിയർ ആയോ? ഇനി അടുത്തത് നോക്കിയ മൂന്നാമത്തെ, പ്രിഡിക്റ്റർ ഓഫ് ഇൻടാഞ്ചിബിൾ ടാലന്റ്, അദൃശ്യമായ കഴിവുകളുടെ പ്രവചനം. Selection tests are the useful tool to identify the hidden talent and skills of the individual. എന്ന് വെച്ചാൽ ഇൻടാഞ്ചിബിൾ, അദൃശ്യമായ ആ കാൻഡിഡേറ്റ്സിന്റെ ഉള്ളില് ഒളിഞ്ഞിരിക്കുന്ന കഴിവുകള്, അല്ലെ? ഹിഡൻ ടാലന്റ്, മറഞ്ഞിരിക്കുന്ന ടാലന്റ്, സ്കിൽസ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു നല്ലൊരു ടൂൾ ആയിട്ട് ഈ സെലക്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തേ. Selection tests are useful tool to identify the hidden talent and the skills of the individual. കിട്ടിയോ? അടുത്തത്, goal specific and target oriented. Goal specific and target oriented. ഒരു ഗോള്, ഒരു ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. ഈ ടാർഗറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. In order to evaluate a particular characteristics of the individual, various selection tests are used by the organization. Organization പല സെലക്ഷൻ ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് എന്തിന്? ഇൻഡിവിജ്വലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ ഇവാലുവേറ്റ് ചെയ്യാൻ, അല്ലെ? അതൊരു ലക്ഷ്യമാണ്. എന്താ? ആ കാൻഡിഡേറ്റ്സിന്റെ ക്യാരക്ടർ മനസ്സിലാക്കണം. അതിനുവേണ്ടി പല സെലക്ഷൻ ടെസ്റ്റുകളും ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അച്ചീവ്മെന്റ് ടെസ്റ്റ് നമ്മൾ പഠിച്ചതാ. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? അച്ചീവ്മെന്റ് ടെസ്റ്റ് ആർ യൂസ്ഡ് ടു ഡിസ്കവർ ദ എക്സിസ്റ്റിംഗ് പെർഫോമൻസ് ഓഫ് ദ ആപ്ലിക്കൻസ്. അച്ചീവ് ചെയ്തിട്ടുള്ള, അവൻ എത്രത്തോളം നേടി, അവന്റെ കഴിവുകൾ എത്രത്തോളം, അവൻ നേടിയെടുത്ത കാര്യമാണ് അച്ചീവ് ചെയ്ത. അവൻ to discover the existing performance of the applicant. ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്ത നിലവിലുള്ള പെർഫോമൻസ് കണ്ടെത്താൻ അച്ചീവ്മെന്റ് ടെസ്റ്റ് ഉപയോഗിക്കുന്നു. എന്നാൽ on the other hand, aptitude tests are considered for evaluating the prospective performance. ഫ്യൂച്ചറിലെ കാര്യമല്ലേ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്? അഭിരുചി പരിശോധന എന്തിനു വേണ്ടിയിട്ടാ? ഫ്യൂച്ചറിലേക്ക് ആ കാൻഡിഡേറ്റ്സ്, അവന് ഇപ്പൊ എന്റെ അഭിരുചി എന്താന്ന് നോക്കി ആ ഒരു പോസ്റ്റ് എനിക്കിഷ്ടമുള്ള ഒരു ഇതാണ്. ഇപ്പൊ എനിക്കൊരു ടീച്ചിങ്ങില് എനിക്കൊരു ആറ്റിറ്റ്യൂഡ്, എന്റെ ഒരു ആപ്റ്റിറ്റ്യൂഡാണ്, എന്റെ ഒരു അഭിരുചി ഉണ്ടെങ്കിൽ എനിക്ക് അതിലേക്ക് എന്നെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ, ആ ഭാവിയിലേക്ക് ആ ഓർഗനൈസേഷനിൽ എന്നെ കൊണ്ട് പരമാവധി എന്താ പറയാ നേടാൻ പറ്റും.
പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പൊ നമ്മൾ അതൊരു പ്രത്യേക ഒരു ഗോൾ സ്പെസിഫിക് ടാർഗറ്റ് ഓറിയന്റഡ്. അപ്പൊ എന്താണെന്ന് നമ്മൾ നോക്കണം. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്തിനു വേണ്ടിയാ? എക്സിസ്റ്റിംഗ് പെർഫോമൻസ്, ആപ്ലിക്കൻസിന്റെ നിലവിലുള്ള പെർഫോമൻസ് മെഷർ ചെയ്യാൻ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണെങ്കിൽ നമ്മള് പ്രോസ്പെക്റ്റീവ് ഫ്യൂച്ചറിലേക്ക് അല്ലെ അഭിരുചി നോക്കിയിട്ട് ഭാവിയിലേക്കുള്ള പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കൊരു ടാർഗറ്റ് വേണമെന്ന്, എന്താണ് എന്തിനാണെന്നുള്ളത്, അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് നോക്കിയ റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ. ഇനി ഭാവിയിലേക്കുള്ള ഒരു റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ, ഭാവിയിലേക്കുള്ള ഒരു റെക്കോർഡായിട്ടും ഈ സെലക്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. എന്താണ് റെക്കോർഡായിട്ട് ഫ്യൂച്ചറിലേക്ക് ഒരു റെക്കോർഡ്. Selection test act as a record keeping tool for the organization. Selection test ഒരു റെക്കോർഡായിട്ട് ഇരിക്കുകയാണ്. ഒരു സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് കീപ്പിംഗ് ടൂളാണ്. എന്താ അങ്ങനെ പറയുന്നത്? Which can be kept for future references and investigation. ഈ ഭാവിയിലേക്ക് ഇപ്പൊ നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് നടത്തിയില്ലേ, അപ്പൊ അതിന്റെ ആ റെക്കോർഡ് ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. ഈ ഭാവിയിലേക്ക് വല്ല പ്രമോഷനോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കണമെങ്കിൽ അത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമല്ലോ അല്ലെ? ഫ്യൂച്ചർ റെഫറൻസസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നമുക്ക് ആ റെക്കോർഡ് ഉണ്ട് അവിടെ അല്ലെ? ആ കാൻഡിഡേറ്റ്സ് സെലക്ഷൻ ടെസ്റ്റിൽ ഇത്ര മാർക്ക് സ്കോർ ചെയ്തിരുന്ന ആളാണ്. ഇതൊക്കെ നമുക്ക് പിന്നീട് എടുത്ത് നോക്കി അറിയാൻ പറ്റും. അപ്പൊ ഭാവിയിലേക്ക് വേണ്ടിയിട്ടും എന്താണ് ഭാവിയിലേക്കുള്ള ഒരു റെക്കോർഡായിട്ട് സെലക്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. Analyzing the outcome of the selection test may be result in the formation of some guideline for the additional improvement in the content and administration of the test. ഇപ്പൊ ഈ നമ്മൾ ഈ ടെസ്റ്റ് വിശകലനം അനലൈസ് ചെയ്യുമ്പോൾ വിശകലനം ചെയ്യുന്ന ടെസ്റ്റിന്റെ കണ്ടന്റിലും അല്ലെങ്കിൽ നടത്തിപ്പിലും ഒക്കെ നമുക്ക് ഇംപ്രൂവ്മെന്റ് ആയിട്ട് ചില മാർഗങ്ങൾ നമുക്ക് രൂപപ്പെടുത്തുന്നതിന് കാരണമായേക്കാം. അതിന്റെ ഔട്ട്കം നോക്കി സെലക്ഷൻ ടെസ്റ്റിന്റെ ഔട്ട്കം വിശകലനം ചെയ്യുന്നത് ആ ടെസ്റ്റിന്റെ കണ്ടന്റിലോ എന്തെങ്കിലും ഇതുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് അതിനകത്ത് അത് എന്താ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും നടത്തിപ്പിലോ എന്തെങ്കിലും ഒക്കെ ഇംപ്രൂവ്മെന്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് അഡീഷണൽ ഇംപ്രൂവ്മെന്റിനുള്ള ഒരു ഗൈഡ് ലൈൻ ആണ്. Guideline for additional improvement in the content and administration of the test. ആ ടെസ്റ്റിന്റെ കണ്ടന്റിലോ നടത്തിപ്പിലോ എന്തെങ്കിലും ഇനി അഡീഷണൽ ഇംപ്രൂവ്മെന്റിനുള്ള ഒരു ഗൈഡ് ലൈനും കൂടിയാണ് എന്റെ ആ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി it become easier to draw out the effectiveness of the test by finding the gap between the actual and the best performance of the കാൻഡിഡേറ്റ്സിന്റെ ആക്ച്വൽ യഥാർത്ഥത്തിലുള്ള പെർഫോമൻസ്, ബെസ്റ്റ് പെർഫോമൻസ്, ഇത് തമ്മിലുള്ള ഗ്യാപ്പ് അത് കണ്ടെത്തുന്ന ടെസ്റ്റിന്റെ ഒരു ഫലപ്രാപ്തി കണ്ടെത്തുന്നതിന് എളുപ്പമായിരിക്കുന്നു. ടെസ്റ്റ് മേ ബി ഫൈൻഡിങ് കണ്ടെത്തുക. ഇറ്റ് ബിക്കം ഈസിയർ എളുപ്പമാണ്. ഡ്രോ ഔട്ട് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ടെസ്റ്റ്, ഈ ടെസ്റ്റിന്റെ ഫലപ്രാപ്തി കണ്ടെത്തുന്നതിന് എളുപ്പമാണ്. ഇങ്ങനെ finding the gap between actual and the best performance of the candidates. ആ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്ച്വൽ ബെസ്റ്റ് പെർഫോമൻസ്, ആ ഗ്യാപ്പ് കണ്ടെത്തുന്നതിലൂടെ ആ ടെസ്റ്റിന്റെ ഫലപ്രാപ്തി അത് കണ്ടെത്തുന്നതിനും ഈസിയാണ്. ഓക്കെ, ആ ഗ്യാപ്പ് നമ്മൾ കണ്ടെത്തുന്നതിലൂടെ ആക്ച്വൽ ബെസ്റ്റ് പെർഫോമൻസ് അതിന്റെ ആ ഗ്യാപ്പ് കണ്ടെത്തുന്നതിലൂടെ ആ ഒരു ടെസ്റ്റിന്റെ ഫലപ്രാപ്തി കണ്ടെത്തുന്നതിന് എളുപ്പമാണ്. ഇത്രയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്തിനൊക്കെയാണ് നമ്മളൊരു സെലക്ഷൻ ടെസ്റ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ടൂളാണ്. കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു വിശ്വസനീയമായിട്ടുള്ള മാർഗമാണ് സെലക്ഷൻ ടെസ്റ്റ്. പിന്നെ വലിയ ഗ്രൂപ്പിന് അനുയോജ്യമാണ്. എളുപ്പത്തില് വളരെ കുറഞ്ഞ സമയം മതി, പൈസ കുറച്ച് മതി, ഓർഗനൈസേഷൻ ഇതൊക്കെ ലാഭിക്കാൻ പറ്റും. ലാർജ് ഗ്രൂപ്പിന് അനുയോജ്യമാണ്. പിന്നെ നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ ഉള്ളില് ഒളിഞ്ഞിരിക്കുന്ന ടാലന്റ്, സ്കിൽസ് അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതെന്താണ് ഈ സെലക്ഷൻ ടെസ്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗോൾ സ്പെസിഫിക് ആൻഡ് ടാർഗറ്റ് ഓറിയന്റഡ്. ഇപ്പൊ നമ്മൾ ഓരോരുത്തർ സെലക്ഷൻ ടെസ്റ്റുകളും നമ്മൾ നടത്തുന്നത് എന്താണ്? അതൊരു ലക്ഷ്യം, എന്തിനു വേണ്ടി? അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ നിലവിലുള്ള പെർഫോമൻസ് നോക്കാൻ,
ഒരു ലക്ഷ്യമുണ്ട് അച്ചീവ്മെന്റ് ടെസ്റ്റ്, നിലവിലുള്ള പെർഫോമൻസ് നോക്കണമെങ്കിൽ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇനി ഫ്യൂച്ചറിലേക്കുള്ള പ്രകടനത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അടുത്തത് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്കുള്ള ഒരു റെക്കോർഡായിട്ടും സൂക്ഷിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? അതാവുമ്പോ ഉച്ച കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിഞ്ഞിരുന്ന് അവിടെ ഇരുന്ന് ഉറങ്ങുവാണോ? തമ്പുണ്ട് അല്ലെ. ഞാൻ തമ്പ് കണ്ടില്ലെങ്കിൽ ഞാൻ ഓർക്കും നിങ്ങൾ ഏത് വഴിക്ക് പോയത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി അടുത്ത് നോക്കി അപ്പൊ അഡ്വാൻറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏതാ, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. ഇനി അടുത്തത് ആ ടെസ്റ്റിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. എന്തൊക്കെയാണ് നോക്കി. The selection test has several advantages. They suffer from the few disadvantages also. Advantage ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഡിസ്അഡ്വാൻറ്റേജും കാണും അല്ലേ? എന്തൊക്കെയാന്ന് നോക്കിയേ. ഒരു സെലക്ഷൻ ടെസ്റ്റിന്റെ ഡിസ്അഡ്വാൻറ്റേജ്, ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ സ്മോളർ ഗ്രൂപ്പ്. ഈ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ ഗ്രൂപ്പിന് ഇൻഅപ്രോപ്രിയേറ്റ്, അനുയോജ്യമല്ല. ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ സ്മോളർ ഗ്രൂപ്പ്, സ്മോളർ ഗ്രൂപ്പിന് അനുയോജ്യമല്ല സെലക്ഷൻ ടെസ്റ്റ്. അതായത് ചെറിയ ആളുകൾക്ക്, ചെറിയ ഗ്രൂപ്പിന് 5-6 പേർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആയിട്ടുള്ളതാ. അപ്പൊ കുറച്ചു പേർക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ? അതാണ് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, സ്മോളർ ഗ്രൂപ്പിന് അനുയോജ്യമല്ല. Selection tests are not very effective from the aspects of cost to choose the best candidates if the applicant pool is small. കുറച്ച് ആപ്ലിക്കൻസേ ഉള്ളൂ. അങ്ങനെ വരുമ്പോ അവർക്ക് വേണ്ടി സെലക്ഷൻ ടെസ്റ്റ് നടത്തുക, അതിന് വേണ്ടി വരുന്ന കോസ്റ്റ് കൂടുതലായിരിക്കും. It needs plenty of time. കുറെ സമയം പോണൂലേ അല്ലേ? കുറെ സമയം വരും. And money, പൈസയും ആകും. To prepare the selection test and check whether it is valid and reliable or not. വാലിഡ് ആണോ റിലീവബിൾ ആണോ അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്, അതായത് സെലക്ഷൻ ടെസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് അതിന് വേണ്ടി സമയവും പൈസയും ഒക്കെ കുറെ വേണ്ടി വരാം. കുറച്ചു പേർക്ക് വേണ്ടി ചെയ്യാനായിട്ട് അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യണ്ടേ? അപ്പൊ ഒരാളും വേണം. 5 പേർക്ക് ആയിട്ട് ഒരാളിരുന്നാലും അവർക്ക് ആ പൈസ തന്നെ കൊടുക്കണ്ടേ? അവർക്ക് അന്നത്തെ ആ ഒരു പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ കുറച്ചു പേർക്ക് ഇത് അനുയോജ്യമല്ല. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. അടുത്ത നോക്കിയേ, cannot always predict work performance. ഇനി നമുക്ക് എപ്പോഴും വർക്ക് പെർഫോമൻസ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. വർക്ക് പെർഫോമൻസ് നമുക്ക് എപ്പോഴും അത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. നോക്കിയേ, സെലക്ഷൻ ടെസ്റ്റ് ആർ നോട്ട് ഓൾവേസ് കേപ്പബിൾ ഓഫ് മേക്കിംഗ് a 100% forecast about the on the job success of an individual. ഒരു സെലക്ഷൻ ടെസ്റ്റിലൂടെ മാത്രം നമുക്ക് 100% അത് എന്താ പറയാ ഒരു റിസൾട്ട് ഇതാവണമെന്നില്ല. 100% വിജയം ജോബ് സക്സസ് ഉറപ്പുവരാൻ പറ്റില്ല. എന്താ, പാർഷ്യലി they can disclose the scores above the cut-off point who will be more successful rather than those who scored below the deadline. അതായത് കട്ട് ഓഫ് പോയിന്റ് അതിന് മുകളിലുള്ള ആളുകള്, മുകളിലുള്ള സ്കോറുകാര്, കട്ട് ഓഫ് പോയിന്റിന് മുകളിൽ വരുന്ന ഇത് ആരാണ് കൂടുതൽ വിജയിക്കുക എന്ന് വെളിപ്പെടുത്താൻ പറ്റും. പക്ഷെ 100% വിജയം ഉറപ്പുവരുത്താൻ പറ്റില്ല. എന്താ, അതായത് നമ്മള് ശരിക്കും എക്സാം ഒക്കെ നടത്തുന്ന കട്ട് ഓഫ് പോയിന്റിന് മുകളിലുള്ളവർ ഇതിൽ സെലക്ട് ചെയ്യാറ്, ഡെഡ് ലൈനിൽ വരുന്ന ആളുകൾ സെലക്ട് ചെയ്യുമല്ലോ അല്ലെ? ബിലോ ഡെഡ് ലൈനിലൊക്കെ താഴെ വരുന്ന ആളുകളെയല്ല നമ്മൾ സെലക്ട് ചെയ്യാറ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ എക്സാം എഴുതി നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് എഴുതി. സെലക്ഷൻ ടെസ്റ്റിൽ എനിക്ക് 100% മാർക്ക്, എനിക്ക് ഫുള്ളാണ്. ഞാൻ ഓക്കെ ആ ജോലിക്ക് ക്യാപ്പബിൾ ആണെന്ന് 100% പറയാൻ പറ്റുമോ? ചിലപ്പോ എനിക്ക് അതിനുള്ള അറിവുണ്ടായിരിക്കാം, ചിലപ്പോ അല്ലെ? ചിലപ്പോ നമ്മൾ അതിന് ചിലപ്പോ ഉള്ള ഇത് നോളജ് ഉണ്ടായിരിക്കാം. പക്ഷെ നോക്കിയേ, സെലക്ഷൻ ടെസ്റ്റില് നമ്മൾ മാർക്ക് മാത്രം 100 മാർക്ക് എന്ന് പറഞ്ഞ് എന്നെ അതിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സ്കില്ലോ പ്രാക്ടിക്കൽ നോളജോ ചിലപ്പോ ഉണ്ടായിന്ന് വരില്ല. മനസ്സിലായി? പ്രാക്ടിക്കലി എനിക്ക് ചിലപ്പോ അത്രയും ഇതുണ്ടാവില്ല. ചിലപ്പോ എന്നെക്കായി നന്നായിട്ട് ആ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടാവും. ചിലപ്പോ അയാൾക്ക് ചിലപ്പോ മാർക്ക് കുറഞ്ഞു പോയിട്ടായിരിക്കും അയാളെ സെലക്ട് ചെയ്യാത്തത്. മനസ്സിലായോ എന്താ പറഞ്ഞേക്കണേന്ന് അവിടെ അല്ലെ? നമ്മുടെ
നമുക്ക് ഇപ്പൊ ഞാൻ എക്സാം എഴുതി, എക്സാമിന് 100 മാർക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ആ ജോലിയിൽ ഞാൻ 100% വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? നമുക്ക് കട്ട് ഓഫ് പോയിന്റിന് മുകളിലുള്ളവരെയാണ് ശരിക്കും സെലക്ട് ചെയ്യുക. എക്സാംസിലൊക്കെ അങ്ങനെയല്ലേ? അങ്ങനെയുള്ളവരെയാണ് നമുക്ക് സെലക്ട് ചെയ്യാത്തവര്. ചിലപ്പോ അതിന് താഴെ വരുന്ന 10 ബിലോയിലൊക്കെ വരുന്ന ആളുകൾ നല്ലോണം പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരായിരിക്കും. ചിലപ്പോ അവർ നല്ല സക്സസ് ആയിരിക്കും, പക്ഷെ അവർക്ക് മാർക്ക് കുറഞ്ഞു പോയി. അതുകൊണ്ട് അവരെടുക്കാത്തെ. മാർക്ക് കൂടുതലുണ്ട്, 100 മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ അതിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ എന്നേക്കാളും അവര് എക്സ്പീരിയൻസ് പ്രാക്ടിക്കൽ നോളജ് ഉള്ളവരൊക്കെ ധാരാളം ഉണ്ടാകും ഉണ്ടോ. അപ്പൊ അതുകൊണ്ട് 100% നമുക്ക് മാർക്ക് കൊണ്ട് മാത്രം നമുക്ക് ജോലിയുടെ വിജയം ഉറപ്പു പറയാൻ പറ്റൂല. ശരിയല്ലേ? ശരിയാണോ ഞാൻ പറഞ്ഞ കാര്യം? ആണോ? ശരിയാണോ? മാർക്ക് കൊണ്ട് മാത്രം പറ്റൂല. മാർക്ക് ഫുള്ള് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഒരു പ്രാക്ടിക്കൽ ആ ഒരു ജോബിന്റെ വിജയത്തിന് ചിലപ്പോ 5-10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടായിരിക്കും. ചിലപ്പോ അവരാണ് ശരിക്കും അതിന് കൂടുതൽ ആർട്ട് വരുന്നത് അല്ലേ? അതാണ് ആ പറഞ്ഞേക്കുന്നത് കേട്ടോ. അടുത്തത് നോക്കിയേ, നമുക്ക് വർക്ക് പെർഫോമൻസ് ആ മാർക്കിനെ മാത്രം, സെലക്ഷൻ ടെസ്റ്റിലുള്ള മാർക്കിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് വർക്ക് പെർഫോമൻസ് നമുക്ക് മുൻകൂട്ടി ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. 100% ഉറപ്പ് പറയാൻ പറ്റില്ല. അടുത്ത് നോക്കിയേ, can be used only as a supplement. ഇതൊരു സപ്ലിമെന്റ് ആയിട്ട് മാത്രമേ ഈ ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു സപ്പോർട്ടിംഗ് ടൂൾ ആയിട്ട് മാത്രമേ സെലക്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ടെസ്റ്റ് can only be used as a supplement rather than an alternative of other method of selection such as application form and interview. ആപ്ലിക്കേഷൻ ഫോം, ഇന്റർവ്യൂ തുടങ്ങിയ മറ്റുള്ള സെലക്ഷൻ മെത്തേഡിന്റെ ഒപ്പം ഇതൊരു സപ്പോർട്ടിംഗ് ടൂൾ ആയിട്ട് മാത്രമേ ഈ സെലക്ഷൻ ടെസ്റ്റിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചെയ്തോട്ടോ, ഒരു സപ്പോർട്ടിംഗ് ടൂൾ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അണ്ടർലൈൻ ചെയ്തത്. സെലക്ഷൻ ടെസ്റ്റ് can only be used as a supplement. ഒരു സപ്പോർട്ടിംഗ് ടൂൾ ആയിട്ട് അതിന്റെ കൂടത്തിന് സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കാം, അല്ലാതെ ഇതിന് മാത്രം ബേസ് ചെയ്തിട്ട് നമുക്ക് പറ്റില്ല. ഇനി അടുത്ത പോയിന്റ് എന്താ? ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി കുറവാണ്. ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ വഴക്കം, ഒരു വഴക്കം ഉണ്ടാകും. അതെന്താ? അതെന്ന് വെച്ചാൽ ഫിക്സ്ഡ് ആണ്. കണ്ടോ? സെലക്ഷൻ ടെസ്റ്റ് ആർ പ്രീ പ്ലാൻഡ് ടെസ്റ്റ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. സെലക്ഷൻ ടെസ്റ്റ് ആർ പ്രീ പ്ലാൻഡ്. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് അല്ലെ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണോ? അല്ലാതെ ഇപ്പൊ എന്റെ കസിൻ അവിടെ ഉണ്ടാവുന്ന പറഞ്ഞാൽ എനിക്ക് ക്വസ്റ്റ്യനിൽ മാറ്റം വരുത്താൻ പറ്റോ? ഇല്ല. ഇതെന്താ? സെലക്ഷൻ ടെസ്റ്റ് എങ്ങനെയാണ്? പ്രീ പ്ലാൻഡ് ടെസ്റ്റ്. And they cannot be modified consistently to correspond to the changing situation. ആ മാറുന്ന സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അവിടെ മാറ്റം വരുത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് പ്രീ പ്ലാൻഡ് ആണ്. In addition, since it is an impersonal technique, പേഴ്സണൽ അല്ല, വ്യക്തിപരമല്ലാത്തൊരു ടെക്നിക്കാണ്. എനിക്ക് അവിടെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റോ കാര്യങ്ങളൊന്നും എനിക്ക് അവിടെ കാണിക്കാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലെയാണ് അല്ലെ? ആസ് ആൻ ഇംപേഴ്സണൽ ടെക്നിക്, വ്യക്തിപരമല്ലാത്ത ഒരു ടെക്നിക്കാണ്. It may fail to notice a significant individual difference which are essential for the job പെർഫോമൻസ്. കണ്ടോ? അതായത് ജോബ് പെർഫോമൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് അതില് ഇത് ശ്രദ്ധിക്കുന്നതിനാൽ അത് ഒരു സെലക്ഷൻ ടെസ്റ്റ് നമുക്ക് എന്താ പറയാ, അങ്ങനെയാണെങ്കിൽ അതൊരു പരാജയത്തിന് വരും. It is an impersonal technique. It may be fail to notice a significant individual difference which are essential for the job performance. Job performance-ന് ആവശ്യമായിട്ടുള്ള ജോബ് പെർഫോമൻസിന് ആവശ്യമായിട്ടുള്ള ആ ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് എന്ത് വരും? അത് പരാജയപ്പെടും. നമുക്ക് ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് കാണിക്കാൻ പറ്റില്ല ശരിക്കും ആ സെലക്ഷൻ ടെസ്റ്റിന്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഫ്ലെക്സിബിലിറ്റി ഇല്ല, അതായത് വഴക്കമില്ല. അതെങ്ങനെയാണ്? അതൊരു പ്രീ പ്ലാൻഡ് ആണ്.
നമുക്ക് മാറുന്ന സിറ്റുവേഷൻ അനുസരിച്ച് അത് മാറ്റാൻ പറ്റില്ല. ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി, അതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജിലാണ് വന്നത്. ഇനി അടുത്തതാണ് എന്താണ് ക്രിട്ടിസൈസ്ഡ് ഫോർ ഡിസ്ക്രിമിനേഷൻ. എന്താ വിമർശനങ്ങൾക്ക്, ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനം, അണ്ടർ പ്രിവിലേജ് താഴെക്കിടയിലുള്ള ആളുകൾ എന്നൊക്കെ ഉള്ള ഒരു വിവേചനമില്ലേ, ഡിസ്ക്രിമിനേഷൻ, അതിനെ വിമർശിക്കപ്പെടുന്നു. ക്രിട്ടിസൈസ്ഡ് ഫോർ ഡിസ്ക്രിമിനേഷൻ. And many times test and its users are criticized. Test അതിന്റെ ഉപയോഗ യൂസേഴ്സ് ഇതൊക്കെ വിമർശനങ്ങൾക്ക് വിധേയരാകാം. For discrimination against the underprivileged classes. അല്ലെ, underprivileged classes. ടെസ്റ്റും അതിന്റെ ഉപയോഗവും ഒക്കെ എന്താ പിന്നോക്ക വിഭാഗങ്ങൾ, അണ്ടർ പ്രിവിലേജ് പിന്നോക്ക വിഭാഗങ്ങളുടെ വിവേചനത്തിന് വിമർശിക്കപ്പെടാറുണ്ട്. Tests are also considered as a threat to privacy. പ്രൈവസിക്ക് ചിലപ്പോ ഭീഷണിയാകാം. കാൻഡിഡേറ്റ്സിന്റെ പ്രൈവസിക്ക് ഒരു ഭീഷണിയായിട്ടും കാണാം. Then sometimes such disapproval restricts the organization from looking towards the positive aspects of the testing. അത്തരം എതിർപ്പുകൾ, അപ്പൊ അങ്ങനെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെ, ആരോട് എതിരായിട്ട്, അണ്ടർ പ്രിവിലേജ് ക്ലാസ്സിനോട്, സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളോടുള്ള വിവേചനത്തിനെതിരായിട്ട്, അപ്പൊ അങ്ങനെ വരുന്ന അത്തരം എതിർപ്പുകള് ഓർഗനൈസേഷന്റെ ആ ടെസ്റ്റിന്റെ പോസിറ്റീവ് വശങ്ങളിലേക്ക് നോക്കുന്നതിലേക്ക് തടയുന്നു. Restrict the organization from looking, ആ എതിർപ്പുകള് ഓർഗനൈസേഷൻ അവരുടെ ആ ടെസ്റ്റിന്റെ പോസിറ്റീവ് വശങ്ങളിലേക്ക് നോക്കുന്നത് തടയുന്നു. ഓക്കെ, അത് ചിലപ്പോ എന്താണ് വിവേചനങ്ങൾക്ക് വിമർശിക്കപ്പെടാം. ക്രിട്ടിസൈസ്ഡ് ഫോർ ഡിസ്ക്രിമിനേഷൻ, വിവേചനങ്ങൾക്ക് എന്താണ് അത് വിമർശിക്കപ്പെടാം, ക്രിട്ടിസൈസ് ചെയ്യാറുള്ളത്. അണ്ടർ പ്രിവിലേജ് ക്ലാസ്സുകള്, പിന്നോക്ക വിഭാഗങ്ങളോടുള്ള വിവേചനങ്ങള്, അതിനെതിരായിട്ട് അതിന് വിമർശിക്കപ്പെടാറുണ്ട്. അപ്പൊ അത്രയാണ് ഡിസഡ്വാൻറ്റേജ്. എന്താണ് ഒന്നാമത് പറഞ്ഞത്? ഇത് ചോദിക്കാട്ടോ, ഈ സെലക്ഷൻ ടെസ്റ്റിന്റെ ഡിസഡ്വാൻറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. എന്താണ് സ്മോളർ ഗ്രൂപ്പിന് അനുയോജ്യമല്ല അല്ലെ, ചെറിയ 5-6 പേർക്കൊക്കെ വേണ്ടി ഒരു സെലക്ഷൻ ടെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യം. അപ്പൊ അത് അവർക്ക് അനുയോജ്യമല്ല. പിന്നെ അടുത്ത വർക്ക് പെർഫോമൻസ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് 100% മാർക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അയാള് ആ പ്രാക്ടിക്കൽ നോളജ് അവർക്ക് ചിലപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് 100% ആ ടെസ്റ്റിന്റെ മാർക്ക് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് വിജയം പറയാൻ പറ്റില്ല. 100% ജോബിന്റെ സക്സസ് ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ അടുത്തത് എന്താ, ഇതെന്ന് പറഞ്ഞാൽ എന്താ ഒരു സപ്പോർട്ടിംഗ് ടൂൾ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മറ്റ് ടെസ്റ്റുകളില്ലേ, സെലക്ഷൻ മെത്തേഡില്ലേ, ആപ്ലിക്കേഷൻ ഫോം, ഇന്റർവ്യൂ പോലുള്ള മറ്റു മെത്തേഡുകള്, ആ സെലക്ഷൻ മെത്തേഡിന്റെ ഒപ്പം ഒരു സപ്പോർട്ടിംഗ് ടൂൾ ആയിട്ട് ഈ സെലക്ഷൻ ടെസ്റ്റ് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് പറ്റില്ല. ഒരു സപ്പോർട്ടിംഗ് ടൂൾ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് അതിന് ഫ്ലെക്സിബിലിറ്റി കുറവാ. എന്തുകൊണ്ടാ? ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. കുഴപ്പമില്ല, എന്താ അത് പ്രീ പ്ലാൻഡാ, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് വെച്ചേക്കണതാ. അതൊരു ഇംപേഴ്സണൽ ടെക്നിക്കാണ്. ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല, സിറ്റുവേഷൻ അനുസരിച്ച് മാറുമൊന്നുമില്ല. ഫ്ലെക്സിബിലിറ്റി അവിടെ കുറവാണ്. പിന്നെ എന്താണ്, വിമർശനങ്ങൾക്ക് എന്താണ് വിമർശിക്കപ്പെടാം, വിവേചനങ്ങളോട്, അണ്ടർ പ്രിവിലേജ് ക്ലാസ് അവരോടുള്ള ഡിസ്ക്രിമിനേഷൻ അതിനോട് വിമർശിക്കപ്പെടാറുണ്ട്. ഡിസ്ക്രിമിനേഷൻ. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒരു സെലക്ഷൻ ടെസ്റ്റിന്റെ. ഓക്കെ, പിന്നെ നമ്മൾ അതിനു മുന്നിൽ പറഞ്ഞത് ആ സെലക്ഷൻ ടെസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം, എങ്ങനെയൊക്കെ ആയിരിക്കണം. ഒബ്ജക്ടിവിറ്റി വേണം, അതിന്റെ ലാഭം യൂട്ടിലിറ്റി വേണം, ടെസ്റ്റ് റിലയബിൾ ആയിരിക്കണം, ടെസ്റ്റിന് ഒരു വാലിഡിറ്റി വേണം, പിന്നെ അടുത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിരിക്കണം. ആർക്കാണോ ഇപ്പൊ എഡ്യൂക്കേഷൻ കുറഞ്ഞവർക്കാണ് ടെസ്റ്റ് നടത്തുന്നെങ്കിൽ അത് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടിരിക്കണം. ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കണം. നല്ല ടോപ്പ് ലെവലിൽ ഉള്ള ക്യാൻഡിഡേറ്റ്സിനാണെങ്കിൽ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ആർക്കാണ് ആ ഗ്രൂപ്പിന് ഫിറ്റ് ആണോ എന്ന് നോക്കണം. ക്ലിയർ അല്ലേ? ഇത്രയും ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.
സംശയം എന്തെങ്കിലും ഉണ്ടോ? അക്ഷര, ഈഷ, ക്രിസ്റ്റി ഒന്ന് വായിച്ചാ പോരെ? ഒന്നുകൂടി വായിച്ചാ പോരെ? ഓക്കെ, ശരി ശരി.